ദേശീയ തെരഞ്ഞെടുപ്പിൽ 2019 കണ്ട ഒരു മോദി തരംഗം ഇത്തവണ ദേശീയ തലത്തിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്ന് മോദിയുടെ ഭരണത്തിനൊരു പിന്തുടർച്ച വന്നു എന്നുള്ളത് മാത്രമല്ല, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ബാലക്കോട്ടും പുൽവാമയിലും പാകിസ്ഥാൻ്റെ ആക്രമണവും മറ്റും ഉണ്ടായപ്പോൾ വലിയൊരു രാജ്യത്തിൻ്റെ ഒരു വളർച്ചയുടെയും പ്രതിരോധത്തിൻ്റെയും ശക്തി കാണിക്കേണ്ട ഒരു അവസരമായ തിരഞ്ഞെടുപ്പ് മാറുകയും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ, വടക്കേ ഇന്ത്യയിലും പശ്ചിമ മേഖലയിലും കിഴക്കൻ മേഖലയിലും എല്ലാം വളരെ ശക്തമായ, ദക്ഷിണ മേഖല ഒഴികെ, ഒരു BJP തരംഗമുണ്ടായി എന്നാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ഇത്രയും 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയായി മാറിയപ്പോൾ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ തീരുമാനങ്ങളും രാഷ്ട്രീയ ഡെവലപ്മെൻറ്റ്സ്, പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് എല്ലാം മാറുമ്പോൾ ഈ മാറ്റം വോട്ടിങ്ങിനെ സ്വാധീനിക്കുമെന്ന് പൊതുവെ വിശ്വസിക്കുന്നു. തരംഗം കുറവായതിന് പല കാരണങ്ങളുണ്ടായേക്കാം. അതിൽ ഈ വിവാദങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന രമണ്ണയുടെ ആ വിവാദം BJPക്ക് കുറച്ച് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. അതിനു മുമ്പ് തന്നെ പ്രചരണത്തെ രംഗത്ത് കുറച്ച് ആക്ഷേപങ്ങളുണ്ടായി. അതിലൊന്ന് നമുക്ക് കുറച്ച് മുമ്പ് നടന്ന ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ആക്ഷേപമാണ്. അതിൽ നിന്ന് ഒരുവിധം മാറി വന്ന ആ അജണ്ട കുറച്ചൊന്ന് മാറി വന്നപ്പോഴും അഴിമതിയുടെ കറ പുരളാത്ത ഒരു പാർട്ടിയും ഇല്ല തിരഞ്ഞെടുപ്പ് രംഗത്ത് എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ചർച്ച വന്നപ്പോഴാണ് BJPയുടെ സെറ്റ് ബാക്കിൻ്റെ തുടർച്ചയുണ്ടായത്. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ലൈംഗിക ആരോപണം ചില നേതാക്കന്മാർക്കെതിരെ വന്നത്. അത് BJPക്ക് ഒരു ധാർമ്മികമായൊരു ഒരു മൂല്യച്യുതി ഉണ്ടാക്കി, വിഷമവൃത്തത്തിലേക്ക് ആക്കി. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇതെല്ലാം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായെന്നും ആൻറ്റി ഇൻകുംബൻസി ശക്തിയായി പ്രവർത്തിക്കുന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ മറ്റു പല ഘടകങ്ങളുണ്ട്. മാത്രമല്ല, ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ തവണത്തെ തരംഗമില്ലെങ്കിലും BJPക്ക് ഉത്തരേന്ത്യയിലും പശ്ചിമ മേഖലയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഒരു പരിധിവരെ വടക്ക് കിഴക്കൻ മേഖലയിലൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു വലിയ തിരിച്ചടിക്ക് കാരണമാവില്ല. കുറച്ച് സീറ്റുകൾ കുറയും എന്നുള്ളതിന് തർക്കമില്ല. അതേസമയം സൗത്ത് ഇന്ത്യയിൽ BJPക്ക് കഴിഞ്ഞ തവണത്തിനടുത്തുള്ള സീറ്റ് കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, തമിഴ്നാട്ടിലും മറ്റും BJPയുടെ പ്രത്യേകിച്ചൊരു സൗത്ത് ഇന്ത്യ പ്രോജക്റ്റിൽ കൂടി വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനും കഴിയുമെങ്കിൽ കുറച്ച് സീറ്റുകൾ കിട്ടാനുമുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ ഫലം കിട്ടുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം BJPക്കും NDAക്കും കിട്ടത്തില്ല. നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. പ്രത്യേകിച്ച് 10 വർഷം കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു മുരടിപ്പ്, വിമർശനം, അതോടൊപ്പം ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം, അതെല്ലാം നിൽക്കുകയും ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുമ്പോഴുണ്ടാകുന്ന വിവാദങ്ങൾ മാധ്യമരംഗത്തോട് വന്നതും സമീപകാലത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞതുമെല്ലാം നമ്മൾ ഇതിൽ കൂടി ചേർത്ത് വായിക്കെടുക്കേണ്ടതാണ്. അപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞതിന് കേരളത്തിൽ നമുക്ക് കാലാവസ്ഥയെ പറയാമെങ്കിലും വടക്കേ ഇന്ത്യയിലൊന്നും കാലാവസ്ഥ ഇപ്പോൾ അത്ര ചൂടാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പോളിംഗ് ശതമാനം ഉത്തരേന്ത്യയിൽ കുറയുന്നതിന് 2 കാരണങ്ങൾ കാണാം. ഒന്ന്, BJPയുടെ ഹൈപ്പ് 400 സീറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ BJPയുടെ കമ്മിറ്റഡ് ആയിട്ടുള്ള കുറേ വോട്ടേഴ്സ് എന്തായാലും ജയിക്കും, പിന്നെ ഞങ്ങൾ വോട്ട് ചെയ്യുന്ന എന്തിനാന്നുള്ളൊരു കംപ്ലേസൻസി, ഒരു നിസ്സംഗതാ മനോഭാവം ഉണ്ടാക്കിയേക്കാം. 2, മറുവശത്ത് ഇത് തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുമുണ്ട്. കാരണം ഇന്ത്യ മുന്നണി 77-ലെ പ്രതിപക്ഷ മുന്നണിയെ പോലെ ഒറ്റക്കെട്ടല്ല. പലയിടത്തും അവർ തമ്മിൽ മത്സരിക്കുന്നു. പശ്ചിമ ബംഗാളിലെ കാര്യം നമുക്കറിയാം, കേരളത്തിലെ കാര്യം അറിയാം, പല സ്ഥലങ്ങളിൽ തമ്മിൽ മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു മോദി വിരുദ്ധ തരംഗമുണ്ടാക്കാൻ കഴിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇന്ത്യ മുന്നണിക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടും. ആ സീറ്റ് കിട്ടുന്നത് BJPയുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന സീറ്റുകളാണ്. പക്ഷെ എന്നാലും ഒരു നേരിയ ഭൂരിപക്ഷത്തിന് BJPക്കും ഒരു 320 സീറ്റുകൾക്ക് അടുത്ത് NDAക്കും കിട്ടാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. കാരണം ശക്തമായൊരു പ്രതിപക്ഷ നിരയും ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും അവിടെ ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞില്ല. പിന്നെ പശ്ചിമ ബംഗാളിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. അവിടുത്തെ ത്രികോണ മത്സരം, അതിൽ മമതാ ബാനർജിക്ക് ഉണ്ടാകുന്ന തിരിച്ചടി BJPക്ക് ഗുണമായിട്ട് വരും. ഉത്തർപ്രദേശിലും ഉള്ള ത്രികോണ മത്സരം, പ്രത്യേകിച്ച് മായാവതി മാറി നിന്ന് മത്സരിക്കുകയും SP കോൺഗ്രസ് കോമ്പിനേഷൻ മറുവശത്ത് വരികയും ശക്തമായ BJPയുടെ പ്രസൻസ് നോക്കുമ്പോൾ BJPക്ക് അവിടെയും സീറ്റുകൾ വർദ്ധിക്കാനാണ് സാധ്യത. എന്നാൽ മഹാരാഷ്ട്രയിലും ബീഹാറിലും സീറ്റുകൾ കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ സീറ്റ്, മുഴുവൻ സീറ്റ് നേടിയ കഴിഞ്ഞ തവണത്തെ സംസ്ഥാനങ്ങൾ, അതിൽ 1-2 സീറ്റുകളൊക്കെ കുറയാനേ വഴിയുള്ളൂ. അപ്പോൾ അത് നോക്കുമ്പോൾ BJPയുടെ സീറ്റുകൾ കുറയും എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ എത്തുന്നില്ല.
400 അല്ല 350 അല്ല 320 കിട്ടാൻ സാധ്യതയുള്ളൂ. സഖ്യത്തിന് BJPക്ക് നേരിയ ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയുണ്ട്. 272 സീറ്റുകൾക്കപ്പുറം കുറച്ചുകൂടി സീറ്റുകൾ BJPക്ക് കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് ആത്മവിശ്വാസക്കുറവുണ്ടായി എന്ന് തോന്നുന്നില്ല. പക്ഷെ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ BJP നേതാക്കന്മാരെല്ലാം വിഷമത്വത്തിലാണ്. അത് എന്തുകൊണ്ടെന്നുള്ളത് ഉത്തരം വളരെ ക്ലിയർ ആണ്. തരംഗമില്ല എന്നുള്ളതാണ്. തരംഗമില്ലെങ്കിലും സ്റ്റാറ്റസ് കോ അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് NDA സഖ്യത്തിന് ഗുണം ചെയ്യും. അതല്ല, തരംഗമുണ്ടായിരുന്നെങ്കിൽ മറുവശത്തൊരു തരംഗം കാണുമായിരുന്നു. അതിൻ്റെ ഒരു ആവേശവും കാണുന്നില്ല. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് അങ്ങനെ അമിത പ്രതീക്ഷ വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ സീറ്റുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ ഗണ്യമായി വർദ്ധിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല.